ചിത്രത്തിൻ്റെ തുടക്കത്തിൽ താനുമായി പിണങ്ങിപ്പോയ ഭാര്യയെ വിഷമത്തോടെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്ന ജഡ് എന്ന യുവാവിനെയാണ് കാണിക്കുന്നത്. ദിവസങ്ങൾക്കു ശേഷം ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ജഡിൻ്റെ ഭാര്യയായ സാറയുടെ വീട്ടിലേക്ക് പോലീസ് എത്തുകയാണ്. ഈ ഒരു സമയത്ത് ആ വീട് അകത്തു നിന്നും പൂട്ടിയ നിലയിലായിരുന്നു. ദുർഗന്ധം വമിച്ചിരുന്ന ആ വീട് പോലീസ് പരിശോധിച്ചു. അങ്ങനെ അവർ ചീഞ്ഞളഞ്ഞ നിലയിലുണ്ടായിരുന്ന സാറയുടെ മൃതശരീരം കണ്ടെത്തുകയാണ്. പിന്നീട് പോലീസ് ഈ ഒരു വിവരം ജഡിനെ അറിയിച്ചു. അവളെ അനുനയിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചിരുന്ന ജഡ് ഈ ഒരു വാർത്ത കേട്ട് തകർന്നുപോയി. സാറയുടെ സംസ്കാര ചടങ്ങിൽ ജഡ് വളരെ സ്നേഹത്തോടെ അവളെക്കുറിച്ച് സംസാരിച്ചു. എന്നാൽ ഈ ഒരു സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ എഴുന്നേറ്റ് പോകുന്നത് ജഡ് ശ്രദ്ധിച്ചിരുന്നു. പിന്നീട് ബാറിൽ വെച്ച് ജഡ് ആ മനുഷ്യനെ വീണ്ടും കാണാനിടയായി. അയാൾ ജഡിനെ ഡ്രിങ്ക് ഓഫർ ചെയ്തു. തൻ്റെ പേര് ലയണൽ എന്നാണെന്ന് അയാൾ ജഡിനോട് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ വിഷമങ്ങളെല്ലാം മാറ്റിത്തരാമെന്നും എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ലയണൽ തൻ്റെ കാർഡ് ജഡിന് കൈമാറി. താൻ ഏറ്റവും സ്നേഹിച്ചിരുന്ന തൻ്റെ ഭാര്യയുടെ മരണത്തെക്കുറിച്ചോർത്ത് ജഡ് അന്ന് അതീവ ദുഃഖിതനായിരുന്നു. അങ്ങനെ ജഡ് വിഷമം താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്യാനൊരുങ്ങുകയാണ്. ഈ ഒരു സമയത്ത് തൻ്റെ ഭാര്യ വിളിക്കുന്നതായി ജഡിന് തോന്നി. അതോടെ അതിൽ നിന്നും പിന്മാറിയ ജഡ് സഹായത്തിനായി ലയണലിനെ വിളിക്കുകയാണ്. തൻ്റെ വിഷമങ്ങളെല്ലാം ജഡ് ലയണലുമായി പങ്കുവച്ചു. ക്രമരഹിതമായ ഭക്ഷണമാണ് തൻ്റെ ഭാര്യ മരിക്കാൻ കാരണമെന്നും അവൾക്ക് അറ്റാക്കായിരുന്നുവെന്നും ജഡ് അവനോട് പറഞ്ഞു. വിഷമിക്കേണ്ടെന്നും നിങ്ങളെ ഞാൻ ആനന്ദകരമായ ഒരവസ്ഥയിലേക്ക് എത്തിക്കാമെന്നും ലയണൽ ജഡിന് മറുപടി നൽകി. ഈ ഒരു സമയത്ത് ലയണലിൻ്റെ വീട്ടിൽ തലയേറ്റ നിലയിലുള്ള ഒരു മൃതശരീരം ഇരുന്നിരുന്നു. തൻ്റെ ഭാര്യ താൻ പറിച്ചു കൊടുത്ത ഹൃദയം ഭക്ഷിക്കുന്നതായി സ്വപ്നം കണ്ടാണ് പിറ്റേന്ന് രാവിലെ ജഡ് ഞെട്ടി എഴുന്നേറ്റിരുന്നത്. സംഭവിക്കാൻ പോകുന്ന നിഗൂഢമായ കാര്യങ്ങളുടെ ഒരു സൂചന മാത്രമായിരുന്നു അത്. അന്ന് ജഡിനെ കാണാനായി ലയണൽ പുറത്തേക്കിറങ്ങി. പോകുന്ന വഴിയിൽ അവൻ അലക്സ് എന്നു പേരുള്ളൊരു യുവതിയെ പരിചയപ്പെട്ടു. സ്നേഹത്തോടെ ആ യുവതി അവനെ തൻ്റെ കോഫി ഷോപ്പിലേക്ക് ക്ഷണിച്ചിരുന്നു. ഒരു പാവത്താനെ പോലെയുള്ള ഏവരെയും ആകർഷിക്കുന്ന ഒരു പെരുമാറ്റ രീതിയായിരുന്നു ലയണലിൻ്റേത്. ബാറിൽ വെച്ച് സംസാരിക്കുന്നതിനിടയിൽ ലയണൽ ജഡിനെ കൊണ്ട് ഒരു കോൺട്രാക്റ്റിൽ ഒപ്പുവെപ്പിച്ചിരുന്നു. ശേഷം ലയണൽ ജഡിൻ്റെ ശ്രദ്ധ തിരിച്ച് അവൻ്റെ മദ്യത്തിൽ മയക്കുമരുന്ന് കലർത്തി. പിന്നീട് അവൻ ജഡിനെയും കൂട്ടി തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. വളരെ വൃത്തിഹീനമായൊരു വീടായിരുന്നു ലയണലിൻ്റേത്. ലയണൽ ജഡിന് ഭക്ഷണവും ചികിത്സയുടെ ഭാഗമായി ധരിക്കാനുള്ള വസ്ത്രവും നൽകി. ചുമരിലുണ്ടായിരുന്ന നഗ്നയായ വൃദ്ധയുടെ ഫോട്ടോ കാണിച്ച് അത് തൻ്റെ അമ്മയാണെന്ന് ലയണൽ ജഡിനോട് പറഞ്ഞു. ശേഷം താൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് വളർത്തിയിരുന്ന ഒരു മീനിനെ ലയണൽ ജഡിനെ കാണിച്ചു. എന്നാൽ ഈ ഒരു സമയത്ത് അസ്വസ്ഥത തോന്നി ജഡ് അറിയാതെ അതിലേക്ക് ഛർദ്ദിക്കുകയാണ്. ശേഷം ലയണൽ ജഡിൻ്റെ ശരീരത്തിലേക്ക് ചില മരുന്നുകൾ കുത്തിവെച്ചതിന് ശേഷം ചികിത്സയുടെ പേരും പറഞ്ഞ് അവൻ്റെ ഒരു വിരൽ കട്ട് ചെയ്തെടുത്തു. പിന്നീട് ലയണൽ ജഡിൻ്റെ മുറിവ് കരയിക്കുകയും അത് വെച്ചു കെട്ടുകയും ചെയ്തു. ലയണലിൻ്റെ ഷെൽഫിൽ മൃഗീയമായി അവൻ കൊലപ്പെടുത്തിയിരുന്ന ഒട്ടനവധി പേരുടെ ഫോട്ടോസ് ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്താണ് ലയണൽ ഒരു നരഭോജിയാണെന്നുള്ള വസ്തുത വെളിപ്പെടുന്നത്. ശേഷം ലയണൽ അത് പാകം ചെയ്ത് കഴിക്കുകയാണ്. എന്നാൽ ആത്മഹത്യ ചെയ്യണം എന്നുള്ള മനോഭാവത്തോടെ നിന്നിരുന്ന ജഡിനെ അവൻ്റെ ചതി മനസ്സിലാക്കുവാനായി സാധിച്ചിരുന്നില്ല. വേദനയാൽ മയങ്ങിപ്പോയ ജഡിനെ പിറ്റേന്ന് രാവിലെ വാഷ്റൂമിലെ കണ്ണാടിയിൽ സാറയെ കാണുന്നതായി തോന്നുകയാണ്. വേദനാജനകമായ ഈ ഒരു പരീക്ഷണത്തിൽ നിന്നും പിന്മാറണമെന്ന് ആ സമയത്ത് അവൾ അവനോട് പറയുന്നതായി അവന് തോന്നി. അന്നു രാവിലെ ലയണൽ മുൻപ് പരിചയപ്പെട്ടിരുന്ന അലക്സ് എന്ന യുവതിയുടെ ഷോപ്പിലേക്ക് പോയി. അവളൊരു ചായ ഓഫർ ചെയ്തെങ്കിലും ലയണൽ അത് കുടിക്കാനായി വിസമ്മതം കാട്ടി. കാരണം തന്നെ ആളുകൾ തിരിച്ചറിയാതിരിക്കാനായി ലയണൽ മാസ്കോട് കൂടി ഒരു വിഗ് വെച്ചാണ് നടന്നിരുന്നത്. അതിനാൽ തന്നെ അതിനെന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുമോ എന്നുള്ളൊരു പേടി ആ സമയത്ത് അവനുണ്ടായിരുന്നു. ഒരു ദിവസം നമുക്ക് പുറത്തുപോയി ഒരുമിച്ച് ഡിന്നർ കഴിക്കണമെന്ന് അലക്സ് അവനോട് ആഗ്രഹം പ്രകടിപ്പിച്ചു. ഇത് കേട്ട ലയണൽ അവളുടെ ആഗ്രഹത്തിന് സമ്മതം മൂളിയിരുന്നു. എന്നാൽ ഈ ഒരു സമയത്താണ് താൻ ഛർദ്ദിച്ചത് മൂലം ലയണലിൻ്റെ മീൻ ചത്തുപോയി എന്നുള്ള കാര്യം ജഡ് മനസ്സിലാക്കുന്നത്. ജഡ് അവിടെ ഉണ്ടായിരുന്ന ലയണലിൻ്റെ ക്യാമറയിൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കയ്യിൽ സൂക്ഷിച്ചിരുന്നു. ശേഷം താൻ കാരണം ലയണൽ വിഷമിക്കേണ്ടെന്ന് കരുതി അവൻ
പുറത്തുപോയി അതേപോലെ തന്നെയുള്ള മറ്റൊരു മീനിനെ വാങ്ങിക്കൊണ്ടുവന്നു. അല്പസമയത്തിനകം തന്നെ ഒരു ആസ്ട്രോ ബ്ലേഡുമായി ലയണൽ അങ്ങോട്ടേക്ക് തിരിച്ചെത്തി. ആ സമയത്ത് ലയണൽ തൻ്റെ മീനിനെ സംശയത്തോടെ സൂക്ഷിച്ച് നോക്കിയിരുന്നു. ലയണൽ ജഡിൻ്റെ കയ്യിലേക്ക് ചില മരുന്നുകൾ കുത്തിവെച്ചതിനു ശേഷം അവനെ വീണ്ടും ബന്ധനസ്ഥനാക്കി. ശേഷം ലയണൽ തൻ്റെ ആയുധമെടുത്ത് ജഡിൻ്റെ ഒരു കൈ നിഷ്കരണം അറുത്തെടുക്കുകയാണ്. നിലവിളിച്ചുകൊണ്ട് ജഡ് അത് നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും ലയണൽ അത് ചെവിക്കൊണ്ടിരുന്നില്ല. പിന്നീട് ആ വേദനയെല്ലാം താനുമായി പിണങ്ങിപ്പോയി മരിക്കാനിടയായ തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയുള്ള പ്രായശ്ചിത്തമായി ജഡ് കരുതുകയാണ്. മനസ്സിൽ ആ ഒരു കുറ്റബോധമുള്ളത് കൊണ്ടാണ് ജഡ് ലയണൽ ചെയ്തിരുന്ന ക്രൂരതകൾക്കെല്ലാം നിന്നു കൊടുത്തിരുന്നത്. എന്നാൽ അവൻ്റെ ഈ കുറ്റബോധത്തെ നരഭോജിയായ ലയണൽ ഓരോരോ കള്ളങ്ങൾ പറഞ്ഞ് മുതലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു സമയത്ത് ലയണലിൻ്റെ ഫ്രിഡ്ജിൽ വേറെയും മനുഷ്യ ശരീരഭാഗങ്ങളുണ്ടായിരുന്നു. പിന്നീട് ലയണൽ അവൻ്റെ കൈയെടുത്ത് പാകം ചെയ്ത് ഭക്ഷിക്കുകയാണ്. അല്പസമയത്തിനു ശേഷം ലയണലിൻ്റെ വീട്ടിൽ നിന്നും നിലവിളി ശബ്ദം കേട്ടു എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ 2 പോലീസുകാർ അവൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. എന്നാൽ അത് താൻ കണ്ടിരുന്ന സിനിമയിലെ ശബ്ദമാണെന്നും പറഞ്ഞ് ലയണൽ പോലീസുകാരെ തെറ്റിദ്ധരിപ്പിച്ചു. ഈ ഒരു സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന പോലീസുകാരി വാഷ്റൂമിലേക്ക് പോയെങ്കിലും നിർഭാഗ്യവശാൽ ലയണൽ അവിടെ മയക്കി കിടത്തിയിരുന്ന ജഡിനെ ആ പോലീസുകാരി കണ്ടിരുന്നില്ല. അതേസമയം താൻ കഴിക്കുന്നത് മാനിറച്ചിയാണെന്നും പറഞ്ഞുകൊണ്ട് ജഡ് അതിൽ നിന്നും ഒരു കഷ്ണം അങ്ങോട്ടേക്ക് വന്നിരുന്ന പോലീസുകാരനും കൊടുത്തിരുന്നു. ശേഷം ലയണൽ അത് വാഷ്റൂമിൽ നിന്നും തിരികെ എത്തിയ പോലീസുകാരിക്കും വിളമ്പി. പാചകം നന്നായിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിച്ചതിൽ ക്ഷമ ചോദിച്ച് പിന്നീട് പോലീസ് അവിടെ നിന്നും മടങ്ങുകയാണ്. എത്രയും വേഗം ഇതെല്ലാം അവസാനിപ്പിക്കാൻ തൻ്റെ ഭാര്യ തന്നോട് പറയുന്നതായി ആ സമയത്തും ജഡിന് തോന്നിയിരുന്നു. പക്ഷേ അപ്പോഴും ആ കഠിനമായ വേദനയെല്ലാം ജഡ് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി താൻ സഹിക്കുന്ന പ്രായശ്ചിത്തമായി കരുതി അതിലൂടെ അവൻ സന്തോഷം കണ്ടെത്തുകയാണ്. അതേസമയം ലയണലാവട്ടെ ജഡിനെ തൻ്റെ ഭാര്യയോടുള്ള അടങ്ങാത്ത സ്നേഹം മുതലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതറിയാതെ തനിക്ക് ഗേൾഫ്രണ്ട് ഇല്ല എന്ന് പറഞ്ഞിരുന്ന ലയണലിനെ പ്രൊഫൈൽ ഫോട്ടോയാക്കാൻ വേണ്ടി ഫോട്ടോ എടുത്ത് കൊടുക്കാൻ വരെ ജഡ് മനസ്സ് കാണിച്ചിരുന്നു. ആ നേരത്തെ ഇരുവരും ഒന്നിച്ച് ഒരു സെൽഫിയും എടുത്തിരുന്നു. അന്നാണ് ലയണലിനെ അലക്സിൻ്റെ ഒരു കോൾ വരുന്നത്. അന്നവർ ഡിന്നർ കഴിക്കാനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തിരുന്നു. പിന്നീട് ലയണൽ ജഡിനെയും മാനസിക വൈകല്യമുള്ള കുറച്ചു പേരെയും കൂട്ടി ഒരു ടൂർ പോവുകയാണ്. പക്ഷി എന്ന വെള്ളത്തിൽ കളിക്കുന്ന സമയത്ത് ലയണൽ തൻ്റെ തോക്കുപയോഗിച്ച് അവൻ കൊണ്ടുവന്നിരുന്ന ബുദ്ധിമാന്ദ്യമുള്ള മനുഷ്യരുടെ ചെങ്ങാടം മുക്കി. ജീവനു വേണ്ടി നിഷ്കളങ്കരായ മനുഷ്യർ പിടയുന്ന കാഴ്ച കണ്ട് ജഡ് ലയണലിനെ വഴക്കു പറഞ്ഞു. ക്ഷുഭിതനായ ലയണൽ ജഡിനെയും വെള്ളത്തിലേക്ക് തള്ളിയിട്ടു. വെള്ളത്തിൻ്റെ ആഴങ്ങളിലേക്ക് താഴുന്ന സമയത്ത് തൻ്റെ ഭാര്യ തന്നെ രക്ഷിക്കുന്നതായി ജഡിന് തോന്നി. ഈ ഒരു സമയത്ത് പറിച്ചെടുത്തിരുന്ന അവൻ്റെ ഹൃദയം അവൾ തിരിച്ചു കൊടുക്കുന്നതായും അവന് തോന്നുകയാണ്. പിന്നീട് ബോധം വരുമ്പോൾ ജഡ് ലയണലിനൊപ്പം കരയിലാണ്. പിന്നീട് ലയണൽ ജഡിനെ വീണ്ടും തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവൻ ചതിയനായൊരു സൈക്കോയാണെന്ന് മനസ്സിലാക്കിയ ജഡ് ലയണലിനോട് തർക്കിച്ചു. അതോടെ ലയണൽ ദേഷ്യത്തോടെ ജഡിനെ മർദ്ദിക്കുകയും അവനെ ഇഞ്ചക്ഷൻ കുത്തി ബോധം കെടുത്തുകയും ചെയ്തു. ശേഷം ഒരു ദാക്ഷിണ്യവും കാണിക്കാതെ ലയണൽ അവൻ്റെ 2 കാലുകളും മുറിച്ചെടുക്കുകയാണ്. ഇനി നിസ്സഹായനായ ജഡിൻ്റെ ശരീരത്തിൽ അവശേഷിക്കുന്നത് ആകെ ഒരു കൈ മാത്രമാണ്. പാകം ചെയ്യുന്ന സമയത്ത് അത് കഴിച്ചു നോക്കി അതിനെ ടേസ്റ്റ് പോരെന്നും പറഞ്ഞ് ലയണൽ ജഡിൻ്റെ കാലുകൾ ദേഷ്യത്തോടെ വീശിയടിച്ചിരുന്നു. അങ്ങനെ ഭ്രാന്തമായി നിൽക്കുന്ന സമയത്താണ് ഇന്നാണ് ഡിന്നർ കഴിക്കേണ്ട ഡേറ്റ് എന്നും പറഞ്ഞുകൊണ്ടുള്ള അലക്സിൻ്റെ വോയിസ് മെസ്സേജ് വരുന്നത്. അതോടെ ലയണൽ കുളിച്ച് അലക്സ് അവനെ കാത്തിരുന്നിരുന്ന റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുകയാണ്. അവരൊരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അലക്സിൻ്റെ സ്കിന്ന് കണ്ട് ലയണലിന് കുതിയിളകി. അതോടെ എനിക്കും നിൻ്റെ സ്കിൻ കഴിക്കാൻ തോന്നുന്നുവെന്ന് അബദ്ധത്തിൽ അവൻ അവളോട് പറഞ്ഞു. ഇത് കേട്ടപാടെ അലക്സ് അവിടെ നിന്നും എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോവുകയാണ്. അതോടെ പരിഭ്രാന്തനായ ലയണൽ അവിടെ ഇരുന്നിരുന്ന കത്തിയെടുത്ത് വാഷ്റൂമിലേക്ക് ചെന്ന് അലക്സിനെ അതിക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തുകയാണ്. ഭ്രാന്തമായ അവസ്ഥയിൽ തിരികെ നടന്നിരുന്നവനെ അവിടെ ഉണ്ടായിരുന്ന വെയിറ്റർ ശ്രദ്ധിച്ചിരുന്നു. തിരികെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ താൻ വെച്ചിരുന്ന ഫേസ് മാസ്ക് ലയണൽ അഴിച്ചു കളഞ്ഞിരുന്നു. അതേ നേരം ലയണൽ കോൾഡ് റൂമിലേക്ക് മാറ്റിയിരുന്ന ജഡിനെ
ബോധം വന്നിരുന്നു. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ ജഡ് ഞെട്ടലോടെ വീക്ഷിക്കുന്നത്. അതിഭീകരമായ ഒരു കാഴ്ച ജഡിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരുന്നു. അപ്പോഴാണ് ലയണൽ എന്നത് അവൻ്റെ യഥാർത്ഥ പേരില്ലെന്നും അത് അവൻ കൊന്നു തള്ളിയിരുന്ന ഒരു മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റിയാണെന്നും ജഡ് മനസ്സിലാക്കുന്നത്. ബന്ധനസ്ഥനാക്കിയിരുന്നതിനാൽ ഒറ്റക്കൈ മാത്രമുണ്ടായിരുന്ന ജഡിനെ അവിടെ നിന്നും രക്ഷപ്പെടാനായി സാധിച്ചിരുന്നില്ല. അല്പസമയത്തിനകം തന്നെ തൻ്റെ യഥാർത്ഥ രൂപത്തിൽ ലയണൽ വീട്ടിലേക്ക് തിരിച്ചെത്തി. ഉടൻ തന്നെ അവൻ ജഡിൻ്റെ കാലുകളെടുത്ത് ഫ്രൈയിങ് പാനിലേക്കിട്ടു. എന്നാൽ ഈ ഒരു സമയത്താണ് ആരോ അവൻ്റെ വീടിൻ്റെ വാതിൽക്കലിൽ മുട്ടുന്നത്. അതോടെ ഒരു ചിത്രകാരൻ്റെ പോലെ അഭിനയിച്ചുകൊണ്ട് ലയണൽ വാതിൽ തുറക്കുകയാണ്. മുൻപ് അവനെ പരിചയപ്പെട്ടിരുന്ന പോലീസുകാർ നൈറ്റ് പെട്രോളിങ്ങിൻ്റെ സമയത്ത് അവനെ കാണാനായി യാദൃശ്ചികമായി അങ്ങോട്ടേക്ക് എത്തിയതായിരുന്നു. ഷേവ് ചെയ്തതുകൊണ്ട് തൻ്റെ മുഖത്തിന് ചെറിയ മാറ്റമുണ്ടെന്ന് ലയണൽ പോലീസുകാരോട് പറഞ്ഞു. ഈ ഒരു സമയത്ത് ഫ്രൈയിങ് പാനലിൽ നിന്നും രക്തത്തുള്ളി കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ്റെ ഷൂസിലേക്ക് വീണിരുന്നു. ഇക്കാര്യം ശ്രദ്ധിക്കാതെ പോലീസുകാരിരുവരും അവിടെ നിന്നും തിരികെ പോവുകയാണ്. ഈ ഒരു സമയത്താണ് അവർക്ക് അലക്സ് എന്ന യുവതി കൊല്ലപ്പെട്ടെന്നും അതേപ്പറ്റി അന്വേഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട് സന്ദേശമെത്തുന്നത്. ആ നേരത്താണ് പോലീസുകാരൻ തൻ്റെ കാലിലേക്കിറ്റ് വീണിരുന്ന രക്തത്തുള്ളി കാണുന്നത്. ഉടൻ തന്നെ ബാക്കപ്പ് ടീമിനെ വിവരം അറിയിച്ച് സംശയത്തോടെ അവരിരുവരും വീണ്ടും ലയണലിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപകടം മനസ്സിലാക്കിയ ലയണൽ കയ്യിൽ 2 കത്തികളുമായി വാതിൽ തുറന്നു. പിന്നീട് അവനെ ചോദ്യം ചെയ്ത ആ 2 പോലീസുകാരെയും ലയണൽ അതിവിദഗ്ധമായി കൊലപ്പെടുത്തുകയാണ്. അപ്പോഴാണ് പോലീസിൻ്റെ വയർലെസ് ഫോണിലേക്ക് വരുന്ന സന്ദേശങ്ങൾ ജഡ് കേൾക്കാനിടയാവുന്നത്. സഹായത്തിനായവൻ അലറി വിളിച്ചു. എന്നാൽ ആ ഫോണുമായി അവൻ്റെ പക്കലേക്ക് എത്തിയത് പോലീസിൻ്റെ തൊപ്പി അണിഞ്ഞ വേഷത്തിലുള്ള ലയണലായിരുന്നു. ശേഷം ലയണൽ ഭക്ഷണം കൊടുക്കാനായി തൻ്റെ മേശയുടെ മറുവശത്തായി ജഡിനെ ഇരുത്തി. പിന്നീട് ലയണൽ തൻ്റെ തോക്കെടുത്ത് ജഡിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അത് അവനരികിൽ വെച്ചു. ശേഷം ലയണൽ ജഡിനും ഭക്ഷണം കഴിക്കാനായി അവൻ്റെ അവശേഷിച്ചിരുന്ന കയ്യിലെ കെട്ട് അഴിച്ചുമാറ്റി. ഈ ഒരു തക്കത്തിന് ജഡ് ആ തോക്കെടുത്ത് ലയണലിനു നേരെ ചൂണ്ടി. ട്രിഗർ വലിച്ചപ്പോഴാണ് ആ തോക്കിലുണ്ടായിരുന്നില്ല എന്നുള്ള വസ്തുത ജഡ് ഞെട്ടലോടെ മനസ്സിലാക്കുന്നത്. പിന്നീട് താൻ വളർത്തിയിരുന്ന ആ ഒരു മീനിനെയും എടുത്ത് ലയണൽ ജഡിനരികിലേക്ക് എത്തുകയാണ്. അതോടെ ജഡ് അവൻ്റെ പക്കലുണ്ടായിരുന്ന ചത്തുപോയിരുന്ന ലയണലിൻ്റെ യഥാർത്ഥ മീനിൻ്റെ ഫോട്ടോ അവനെ കാണിച്ചു. ഈ മീൻ ചത്തുപോയതറിഞ്ഞ് നീ വിഷമിക്കേണ്ടെന്ന് കരുതി ഇതേപോലെയുള്ള മറ്റൊരു മീനിനെ ഞാൻ വാങ്ങിയിട്ടതാണെന്ന് ജഡ് ലയണലിനോട് പറഞ്ഞു. അവൻ്റെ വാക്കുകൾ കേട്ടതോടെ ലയണൽ കരയുവാൻ തുടങ്ങി. അതേ നേരം അവരിരുന്നിരുന്ന മേശയിലെ മരപ്പാളികൾ ഇളകിയിരുന്നത് ജഡ് ശ്രദ്ധിച്ചിരുന്നു. ഈ ഒരു സമയത്ത് ലയണൽ ഭക്ഷണം കഴിക്കാനായി കയ്യിലൊരു കത്തി കരുതിയിരുന്നു. പറ്റിയ തക്കം നോക്കി ജഡ് ആ മരപ്പാളിയിൽ തൻ്റെ തലയുപയോഗിച്ച് ശക്തമായി ആഞ്ഞടിച്ചു. അതോടെ ആ മരപ്പാളിയുടെ അഗ്രഭാഗം തട്ടി കയ്യിലുണ്ടായിരുന്ന കത്തി കണ്ണിലേക്ക് തുളച്ചു കയറി ലയണൽ കൊല്ലപ്പെടുകയാണ്. പിന്നീട് തൻ്റെ അവശേഷിച്ചിരുന്ന കൈ ഉപയോഗിച്ച് ജഡ് വാതിലിനരികിലേക്ക് ഇഴഞ്ഞു നീങ്ങി. ഈ ഒരു സമയത്ത് അവൻ്റെ ഭാര്യയുടെ ആത്മാവ് സന്തോഷത്തോടെ അവനോട് യാത്ര പറഞ്ഞു പോകുന്നതായി അവന് തോന്നി. ഈ ഒരു നേരത്ത് പോലീസിൻ്റെ ബാക്കപ്പ് ടീം ലയണലിൻ്റെ വീട്ടിലേക്ക് പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. സന്തോഷത്തോടെ ജഡ് ചിരിക്കുന്ന രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുകയാണ്.